ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നലെ കണ്ട ആ അടിയുടെ ഒരു പ്രൊമോ ആണ് ഇപ്പോൾ ലൈവിൽ നടന്നത്. അനിമോളും മറ്റ് ഹൗസിലെ എല്ലാ കണ്ടസ്റ്റൻസും കൂടെ വലിയൊരു അടിയാണ് നടന്നത്. കാരണം അനിമോൾ കറി വിളമ്പി, എല്ലാവർക്കും കറി വിളമ്പിയത് അനിമോളാണ്. അപ്പോൾ ബാക്കി കുറച്ച് കറി മാറ്റി വെച്ച്. അപ്പോൾ സാബുമോന് വീണ്ടും വീണ്ടും കറി വേണമെന്ന് പറഞ്ഞ് സാബുമോൻ പ്രശ്നം ഉണ്ടാക്കി. കാരണം സാബുമോൻ ഒരുപാട് ചോറിനൊക്കെ കൂടുതൽ കറി കൊടുത്ത് അത് ബിഗ് ബോസ് എടുത്ത് കാണിക്കുന്നുണ്ട്, സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദില പറഞ്ഞ് ഇങ്ങോട്ട് ഞാൻ വിളമ്പിക്കോളാം, നീ മുട്ട പൊരിക്കാൻ. കാരണം ആദില ഒന്നും കിച്ചണിൽ കയറത്തില്ല. കിച്ചൺ ടീമാണെങ്കിലും ഒരു ഹെൽപ്പും അനുമോൾക്ക് ചെയ്യത്തില്ല. വെറുതെ മാറിയിരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. സാബുമോനും ചെയ്യത്തില്ല. പിന്നെ അനുമോളെ ഹെൽപ്പ് ചെയ്യുന്നത് കിച്ചൺ ടീമിലല്ലാത്ത അനീഷാണ് കൂടുതലും ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അനിമോൾ പറഞ്ഞ് എനിക്കറിയാം വിളമ്പാൻ, എല്ലാവർക്കും ഞാൻ വിളമ്പിയിട്ടുണ്ട്, ബാക്കി കറി മാറ്റി വെക്കുവാണ്. കാരണം ചോറ് കുറച്ചുണ്ട്, രണ്ടാമത് ചോറ് ഇടുന്നവർക്ക് കൊടുക്കാനാണ്. പക്ഷേ അത് അനിമോളുടെ ഭാഗത്ത് നിന്ന് ന്യായമാണെങ്കിലും മറ്റുള്ള കണ്ടസ്റ്റൻസ് അതിന് സമ്മതിച്ചില്ല. കാരണം എല്ലാവരുടെയും കൂടെ റേഷനാണല്ലോ, അപ്പോൾ എല്ലാം ഈക്വലായിട്ട് തന്നെ കൊടുക്കണം. അപ്പം രണ്ടാമത് ചോറിടുന്നത് അത് അറിയണ്ടല്ലോ കണ്ടസ്റ്റൻസിന്. അപ്പം അനിമോൾ അത് വിളമ്പത്തില്ല എന്ന് പറഞ്ഞ്. അപ്പം നെവിനും പറയുന്നുണ്ട്, നെവിൻ ഒരു ന്യായമായ കാര്യം പറയുന്നുണ്ട്, എല്ലാവർക്കും കറി ഈക്വലായിട്ട് വിളമ്പുക. ചോറ് രണ്ടാമത് ഇടുന്നവർ കറി കുറേശ്ശെ കഴിച്ചോളും എന്ന് പറയുന്നുണ്ട്. പക്ഷേ അനുമോൾ അത് സമ്മതിക്കുന്നില്ല. അങ്ങനെ പിന്നെ ആദില പിടിച്ച് വലിക്കുന്നുണ്ട് കറിയുടെ പാത്രം, ഞാൻ വിളമ്പിക്കോളാം എന്ന് പറഞ്ഞ്. അങ്ങനെ കറി കുറച്ച് താഴെ പോന്ന്. അങ്ങനെ എല്ലാവരും അനുമോളുടെ നേരെയായി. അനീഷ് ഒഴിച്ച് ബാക്കി എല്ലാവരും അനുമോൾക്കെതിരായി. അങ്ങനെ അവിടെ ഭയങ്കര പ്രശ്നങ്ങളായി, കറിയൊക്കെ താഴെ പോയി. പിന്നീട് ലാസ്റ്റ് ഈക്വലായിട്ട് തന്നെ വിളമ്പേണ്ട വന്ന്. അനുമോൾ കിച്ചൺ ടീമിൽ നിന്ന് മാറി വെസലിലേക്കായി. ഇനി കിച്ചൺ ടീമിലോട്ട് നെവിനാണ് കുക്ക് ചെയ്യാൻ കയറുന്നത്. രാവിലെ തൊട്ട് ഒരുപാട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ആരും ഹെൽപ്പ് ചെയ്യാത്തതുകൊണ്ട് കറി വിളമ്പാനായിട്ട് അനിമോൾ തന്നെ നിന്ന് ആരെയും കൊണ്ട് വിളമ്പിക്കാൻ സമ്മതിച്ചില്ല. എനിക്ക് കുക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ എനിക്ക് കൊടുക്കാമെന്നറിയാം. ആ ഒരു വാശിയിലായിരുന്നു വഴക്ക് നടന്നത്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.